പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നവംബർ 5-ം തീയതി ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവും ഇല്ലാതെ അവിടെ മുടിനാറിന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായാലും പബ്ലിക്കായാലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ, ജോലി ചെയ്യുന്ന ഇടങ്ങൾ, ഓഫീസാകാം, ആശുപത്രിയാകാം, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തികൾ,
നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങൾ അകപ്പെടുത്തുന്നതിനു വേണ്ടി മനസ്സുകൊണ്ട് വക്രത കാണിക്കുന്നവർ അവർ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവർ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ, ഞാൻ എന്തായാലും സുവിശേഷ ഭാഗ്യങ്ങൾ എടുത്തതെന്ന് അറിയാമല്ലോ അല്ലേ? സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത്. അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടുന്ന് കേട്ടതാ പഠിച്ചതൊന്നുമല്ല, വായിച്ചതൊന്നുമല്ല. ഇപ്പൊ എന്താ പറയണമെന്ന് അറിയാമോ? മത്തായി 5:5 അല്ലേ? ശാന്തശീലർ ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഭൂമി അവകാശമാക്കും. ശാന്തത ശീലമായിട്ടുള്ളവർ. ശീലം എന്ന് പറഞ്ഞത്, ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ. ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത്. കർത്താവ് എന്താ പറയണത്? ശാന്തത, ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന്. എന്നുവെച്ചാൽ ശാന്തതയ്ക്കെതിരെയാണ് എന്താണുള്ളത്? പ്രക്ഷുബ്ധത, ടെൻഷൻ. എല്ലാവരും പറഞ്ഞു ടെൻഷനാണോ? എല്ലാത്ത ടെൻഷനാണെന്ന് പറഞ്ഞത്. അപ്പം ടെൻഷനാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എന്താ കാര്യം? ഇതിൻ്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു. ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കിഡ്നി പേഷ്യൻ്റ്. നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും അച്ഛൻ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. എന്താ കാര്യം അറിയാമോ? രോഗശാന്തി നൽകുന്ന ആൾ തന്നെ രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് അപ്പോസ്തലൻ രോഗിയായിരുന്നു. പല ആൾക്കാരും സുവിശേഷ വേലക്കാർ രോഗികളായിരുന്നു. അവരാ രോഗം അനുഭവിച്ചു തന്നെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തെ സംവഹിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ എങ്ങനെയാണ് പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിഡ്നി ഷ്രിങ്കായത്? പ്രഷർ എങ്ങനെ വന്നതാ? ദൈവം നമുക്ക് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ തരും. അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകും. നമ്മൾ മനുഷ്യരാണല്ലോ. നിങ്ങൾ ആ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാകും. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അതായത് ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ 96 അന്ന് ഞാൻ കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാണ്. കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാകുമ്പോൾ ഒരു 5 മണിക്കാണ് കടൽ തീരത്ത് നമ്മൾ ജവമാല റാലി പോയില്ലേ, ആ വഴികളിലൊക്കെ അച്ഛൻ പണ്ട് കടലോര കൺവെൻഷൻ നടത്തിയിട്ട് 1000 ഇരുന്ന സ്ഥലം. ഇപ്പം നിങ്ങൾ മാരാരിക്കുളത്തില്ല വന്നിരുന്നത്. 5 ലക്ഷത്തോളം മനുഷ്യരെന്നല്ലേ പറയണത്. പോലീസിൻ്റെ കണക്കാണ്. അന്നത്തെ ഒന്നുമില്ല. അന്ന് 10,000 ആളെ ഉണ്ടാകാൻ 10,000 ആള്. പക്ഷേ എന്തോ പറ്റി? ആ കടത്തീരത്തെ പന്തലിൽ വൈകുന്നേരം ഇരിക്കാൻ തന്നെ സുഖമാണ്. പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറയാണ് ഇന്ന് കൺവെൻഷൻ നടക്കില്ലെന്ന്. അപ്പം എനിക്ക് ടെൻഷനായി. കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഞാനൊരു മരിപ്പടി യുദ്ധത്തിന് പോയപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ട് എന്നെ പരിചയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട്, ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ചേട്ടാ ക്ഷമിക്കണം, ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ പറഞ്ഞ് ഞാനാണച്ചാ തിമിംഗലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഈ ധ്യാനം
ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി ചില 3 മണിയായപ്പോൾ തങ്കച്ചായൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു പുള്ളി. എന്നെ വിളിച്ച് പറഞ്ഞു, ധ്യാനം നടക്കുമെന്ന് തോന്നുന്നില്ല, ഒരു തിമിംഗലൻ ചത്ത് ചീഞ്ഞ് നമ്മുടെ കടപ്പുറത്ത് പന്തൻ്റെ അരികിൽ അടങ്ങിയിരിക്കുകയാണ്. അപ്പം നിനക്കറിയാമല്ല, ഒരു പാമ്പ് ചത്താൽ തന്നെ വല്ലാത്ത വാടയിരിക്കും, ദുർഗന്ധമായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു വലിയ തിമിംഗലം എന്ന് വെച്ചാൽ ഒരു 30-40 അടി ഉള്ള, നമുക്കൊരു 6 ആളിൻ്റെ പൊക്കമുണ്ട്. അത് അടിഞ്ഞു കിടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഞാൻ ഉടനെ ശരീരം തളർന്നു പോയി. അതാണ് ഈ പ്രഷർ. ഇപ്പം നിങ്ങളോർക്ക് അച്ഛൻ എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ? നമ്മൾ ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രഷറുണ്ട്, ഓരോരോ തരത്തിൽ. അപ്പം പിന്നെ എന്ത് ചെയ്ത് അന്നത്തെ ആ ഒരു ജനങ്ങളുടെ ഇടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് തങ്കച്ചായനൊക്കെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് പീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ട് അവർ അറുത്തറുത്ത് ഇറങ്ങി. എന്ന് വെച്ചാൽ നെയ്യ് ചത്ത് ചീച്ച സാധനത്തിന് നെയ്യ് ഈ ചൂടിൽ തിളച്ചിട്ട് നമ്മൾ കുടൽ പോലും പുറത്തു തന്നെ ഛർദ്ദിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഈ ചെറിയ വള്ളങ്ങൾ എടുത്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ അവിടെ ചെല്ലണ മുമ്പ് തന്നെ അവർ കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കളഞ്ഞു. ടെൻഷനാണ്. മാതാവ് നന്നായിട്ട് നടത്തിയ ധ്യാനം. അപ്പം ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെൻഷൻ വരുന്നത്. നിങ്ങൾ ഓർക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ നടത്തുകയാണ്, വീട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സാമട്ടിൽ ഉടമ്പടി പാലിച്ചു പോകണം. വെക്കുമ്പോൾ ഒക്കണ്ടെന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ടെൻഷൻ ചിലപ്പോൾ വരും. എന്താണെന്ന് അറിയാവാ? അത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമില്ല. കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും. ചിലപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞ് തക്ക സമയത്ത് കാല് മറിക്കളയും. അപ്പം നമ്മൾ ഒരിടത്തും ഇല്ലാതായി പോകും. ഇത് വേർത്ത് തലയും പോയി അവിടെ കിടക്കും പോയി. അപ്പം നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം വിളിച്ച് പറഞ്ഞു, കൊച്ചി മുതൽ ആലപ്പുഴ പുന്നപ്പുറ വരെ കടലോരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്നു. ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദുരന്തം ഉണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ്റെ ഒരു കാരണം, കടലോരത്ത് ടൈറ്റായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപക്ഷെ അക്കാലങ്ങളിൽ കൃപാസനത്തിൽ മാത്രമേ കടലോട് അരി ചേർന്ന് ഈ 2 ജില്ലകളിലെ ചെയിൻ പോലെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കാം ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് അറിയാം, ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കും. ദുരന്തം കടൽ വഴിയാണ്, സുനാമിയാണ് വരണത് നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോഴീ പ്രക്ഷുബ്ധത ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ശാന്തത ശീലമാക്കണം. അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത്. ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് നമുക്ക് ശാന്തത നൽകണത്. ശാന്തത ശീലമാക്കണം. ഭൂമി കൈവശമാക്കുമെന്ന് എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.